ഹായ് ഓൾ, ജിനൂസ് അക്കാഡമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വെൽക്കം ടു ജിനൂസ് അക്കാഡമി. ഇനി OET ഈസിയായി ക്രാക്ക് ചെയ്യാം. ഓരോ നഴ്സിന്റെയും ലെവൽ അനുസരിച്ച് എളുപ്പത്തിൽ പഠിക്കാനുള്ള ടിപ്സ് നൽകിയാണ് ജിനൂസ് അക്കാഡമിയുടെ OET കോച്ചിങ്. ജിനൂസ് അക്കാഡമി, ഒന്നാമതെത്താം, സ്വപ്നങ്ങൾക്കൊപ്പം പറക്കാം. ഇന്ന് നമ്മൾ OET സ്പീക്കിംഗ് എങ്ങനെ കുറച്ചുകൂടെ ബെറ്റർ ആക്കാം എന്നാണ് നോക്കാൻ പോകുന്നത്. ബ്രിഡ്ജ് ഫ്രേസ്, നിങ്ങൾ ആരെങ്കിലും അങ്ങനെ ഒരു കാര്യം കേട്ടിട്ടുണ്ടോ? എങ്കിൽ ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ബ്രിഡ്ജ് ഫ്രേസിനെ പറ്റിയാണ്. ടൈറ്റിലിൽ പറഞ്ഞിരിക്കുന്നത് പോലെ തന്നെ എന്താണ് ഈ ബ്രിഡ്ജ് ഫ്രേസ്? നമ്മളിപ്പോൾ OET സ്പീക്കിംഗ് ഒരു പൊളൈറ്റ് വേയിൽ കണ്ടിന്യൂ ചെയ്ത് പോകുമ്പോൾ ആദ്യത്തെ ടാസ്കിൽ നിന്ന് അടുത്ത ടാസ്കിലേക്ക്, ഇല്ലാന്നുണ്ടെങ്കിൽ ഒരു ടാസ്കിൽ തന്നെ നമ്മുടെ പേഷ്യൻറ്റിൻ്റെ അടുത്ത് ഒന്നിലധികം കാര്യങ്ങൾ ചോദിക്കാനുണ്ടാകും അല്ലേ? സോ ആദ്യത്തെ ക്വസ്റ്റ്യനിൽ നിന്ന് രണ്ടാമത്തെ ക്വസ്റ്റ്യനിലേക്ക് എങ്ങനെ പോകണം, ഇല്ലെങ്കിൽ അവിടെ നമ്മൾ റെഗുലറായിട്ട് യൂസ് ചെയ്യുന്ന ആ ഒരു ക്ലീഷേ ഡയലോഗ്സ് മാറ്റി എങ്ങനെ ചെറിയ ചെറിയ മാറ്റങ്ങൾ കൊണ്ടുവരാം, അതിലൂടെ ആദ്യത്തെ റോൾ പ്ലേയും രണ്ടാമത്തെ റോൾ പ്ലേയും തമ്മിൽ കുറച്ച് വ്യത്യാസം വരുത്തി എങ്ങനെ കുറച്ചുകൂടെ ഇംപ്രസീവ് ആക്കാം എന്ന് നമുക്ക് നോക്കാം. ആദ്യം തന്നെ ഈ ബ്രിഡ്ജ് ഫ്രേസിലുള്ള ട്രാൻസിഷൻ ഫ്രേസ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, എന്താണ് ഈ ട്രാൻസിഷൻ ഫ്രേസ്? നമ്മുടെ പേഷ്യൻ്റെ അടുത്ത് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചിലപ്പോൾ ഡിസ്കസ് ചെയ്യേണ്ടതായിട്ടുണ്ടാകാം. സോ ആദ്യത്തെ കാര്യത്തിൽ നിന്ന് രണ്ടാമത്തെ കാര്യത്തിലേക്ക് ആ ഒരു ഡിസ്കഷൻ്റെ വേ ഇല്ലാന്നുണ്ടെങ്കിൽ ആദ്യത്തെ കാര്യം പറഞ്ഞു കഴിഞ്ഞു, രണ്ടാമത്തെ കാര്യം നമുക്ക് പറഞ്ഞു തുടങ്ങണം. അങ്ങനെയാണെങ്കിൽ എങ്ങനെ നമുക്കത് സ്റ്റാർട്ട് ചെയ്യാം? അതിനായി നമുക്ക് യൂസ് ചെയ്യാം നൗ ലെറ്റ്സ് മൂവ് ഓൺ ടു. അതായത് ഇപ്പോൾ നമ്മൾ പേഷ്യൻറ്റിൻ്റെ അടുത്ത് ഒരു കാര്യം ഡിസ്കസ് ചെയ്തു, രണ്ടാമതായിട്ട് നമ്മൾ അടുത്തൊരു കാര്യം കൂടെ ഡിസ്കസ് ചെയ്യാനായിട്ട് പോവുകയാണ്. എങ്ങനെ നോക്കാം? നമുക്ക് അപ്പോൾ അവരോട് പറയാം, വി ഹാവ് ഡിസ്കസ് അബൌട്ട് യുവർ മെഡിക്കേഷൻ റെജിമെൻ, നൗ ലെറ്റ്സ് മൂവ് ഓൺ ടു യുവർ ഫോളോ അപ്പ് അപ്പോയിൻമെൻറ്റ് സ്കെഡ്യൂൾ. മനസ്സിലായോ? രണ്ടാമതായിട്ട് വരുന്നത് കണക്റ്റിംഗ് ഫ്രേസ് ആണ്. ഇപ്പോൾ പേഷ്യൻറ്റിന് ഒരുപാട് സിംറ്റംസ് ഉണ്ട്, നമ്മൾ ആദ്യം ഒരു സിംറ്റത്തിനെ പറ്റി ചോദിച്ചു, അത് കഴിഞ്ഞ് നോർമലായിട്ട് എല്ലാവരും ചോദിക്കാറുള്ളത് ഡിഡ് യു എക്സ്പീരിയൻസ് ദിസ്, ഡു യു ഹാവ് ദിസ്, അങ്ങനെ നോർമലായിട്ടുള്ള ഡയലോഗ്സ് ആണല്ലേ. ഇനി അത് വേണ്ട, പകരം നമുക്കിനി എന്ത് പറയാം? ഇൻ അഡീഷൻ ടു ദാറ്റ്, ഇത് കൂടാതെ എന്നൊരു മീനിങ് ആണ് അതുകൊണ്ട് അർത്ഥമാക്കുന്നത്. അപ്പോൾ നമുക്ക് അവരോട് പറയാം, ഫ്രം യുവർ വേർഡ്സ് ഐ ക്യാൻ അണ്ടർസ്റ്റാൻഡ് ദാറ്റ് യു ഹാവ് ബീൻ എക്സ്പീരിയൻസിങ് പെയിൻ. ഇൻ അഡീഷൻ ടു ദാറ്റ് ഹാവ് യു നോട്ടീസ്ഡ് എനി അതർ സിംറ്റംസ്? അപ്പോൾ എന്താണ്, വേറെ ഏതെങ്കിലും സിംറ്റം പേഷ്യൻറ്റിനുണ്ടോ എന്നുള്ള ആ ഒരു ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് ഈസി ആയിട്ട് കടക്കാനായിട്ട് പറ്റും. മൂന്നാമതായിട്ട് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് കോൺട്രാസ്റ്റ് ഫ്രേസ് ആണ്. എന്താണ് ഈ കോൺട്രാസ്റ്റ് ഫ്രേസിൽ വരുന്നത്? ഓക്കെ, പോസിറ്റീവായിട്ടും നെഗറ്റീവായിട്ടുള്ള സെൻറ്റൻസിനെ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കൂടുതലും കോൺട്രാസ്റ്റ് ഫ്രേസ് യൂസ് ചെയ്യുന്നത്. അതായത് ഇപ്പോൾ പേഷ്യൻ്റ് റെഗുലറായിട്ട് എക്സസൈസ് ചെയ്തുകൊണ്ടിരുന്ന ഒരാളാണ്, പക്ഷേ പ്രസൻറ്റ് കണ്ടീഷൻ അനുസരിച്ച് അയാൾക്ക് ഫിസിക്കൽ ആക്ടിവിറ്റീസിലൊക്കെ കുറച്ച് റെസ്ട്രിക്ഷൻ ഉണ്ട്. സോ അതൊരു ആൾക്ക് എക്സസൈസ് ചെയ്യണമെന്നുള്ളതൊരു പോസിറ്റീവായിട്ടുള്ള കാര്യമാണ് അല്ലേ. ഇനി അത് കൂടാതെ ഡോക്ടർ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് റെസ്റ്റ് വേണമെന്നാണ്. സോ നമുക്കതിനെ ഹൗഎവർ ഉപയോഗിച്ച് കണക്ട് ചെയ്യാം, ഇല്ലാന്നുണ്ടെങ്കിൽ ഓൾദോ ഈവൻ ദോ യൂസ് ചെയ്ത് കണക്ട് ചെയ്യാം. നമുക്കിപ്പോൾ ഹൗഎവർ യൂസ് ചെയ്ത് എങ്ങനെ കണക്ട് ചെയ്യണമെന്ന് നോക്കാം. അതായത് നമുക്ക് അവരോട് പറയാം, I know that you want to restart your exercise regimen. However, it is very important to consider your current condition before starting any new ഫിസിക്കൽ ആക്ടിവിറ്റീസ് എന്ന് നമുക്ക് പറയാനായിട്ട് പറ്റും. സോ ആ പോസിറ്റീവിനെയും നെഗറ്റീവിനെയും കൂടെ നമ്മൾ ഹൗഎവർ യൂസ് ചെയ്ത് കണക്ട് ചെയ്തു. അവസാനമായി നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ടൈം ഫ്രേസിനെയാണ്. ഓൾറെഡി അതിൽ ഇൻഡിക്കേറ്റ് ചെയ്യുന്നുണ്ട് ഒരു ടൈം അല്ലേ. അതായത് നമ്മുടെ OET സ്പീക്കിങ്ങിൽ ഇപ്പോൾ റിസൾട്ട് കളക്ട് ചെയ്യാനായിട്ട് വരുന്ന ടാസ്കുകളുണ്ട്, അതുപോലെ പേഷ്യൻസിൻ്റെ അടുത്ത് അവരുടെ റിസൾട്ടിനെ പറ്റി ഡിസ്കസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. സോ അങ്ങനെയുള്ള ടാസ്കുകളിൽ എപ്പോഴെങ്കിലും നിങ്ങൾ ഇങ്ങനെ പറഞ്ഞു നോക്കിയിട്ടുണ്ടോ? At this point, I would like to discuss your test results with you. ഓക്കെ, അതായത് ഈ സമയത്ത് ഞാൻ നിങ്ങളോട് ഇത് പറയാനായി ആഗ്രഹിക്കുന്നു. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇൻഫോർമേറ്റീവ് ആണെന്ന് കരുതുന്നു. അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടിൽ ദെൻ ബൈ. ജിനൂസ് അക്കാഡമി, ഫ്ലൈ വിത്ത് യുവർ ഡ്രീംസ്.